ഇത് കണ്ടിട്ട് വേറെ ആർക്കെങ്കിലും കൊതി തോന്നുകയാണെങ്കിൽ എന്നെ ചീത്ത പറയരുത്. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും തോന്നുന്നൊരു സംഭവമാണ്. പണ്ട് നമ്മൾ ജോലിക്ക് പോകുമ്പോഴും പഠിക്കാൻ പോകുമ്പോഴൊക്കെ വാഴയിലയിൽ ചോറ് പൊതിഞ്ഞു കൊണ്ടുപോയി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റും മണമൊക്കെ നമുക്കിങ്ങനെ ഇരിക്കുമ്പോൾ ചില സമയത്ത് ഓർമ്മ വരും. ഒന്നും നോക്കിയില്ല, അപ്പോഴേ 4 ഇറ മുറിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ 4 പേർക്കായിട്ട് കുറച്ച് ചോറിട്ടു. പിന്നെ നോക്കില്ല, കുറച്ച് ചമ്മന്തി അരച്ചായിരുന്നു. ആ ചമ്മന്തി എടുത്ത് വെച്ച് അത് കഴിഞ്ഞിട്ട് 2 ഓംപ്ലേറ്റ് അടിച്ചായിരുന്നു. ഓംപ്ലേറ്റും കുറച്ച് മീൻ വറുത്തതും എല്ലാം കൂടി അങ്ങോട്ട് വെച്ചത്. മീൻ വറുത്തതെന്ന് പറഞ്ഞാൽ ഉണക്കമീനാണ് കേട്ടോ വറുത്തത്. ഉണക്കമീൻ വറുത്തതും കുറച്ച് ബീട്രൂട്ട് തോരനും എല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് വെച്ച് പൊതിയാനങ്ങ് തീരുമാനിച്ചു. ഇത് വൈകിക്ക് കൊടുക്കാം നമുക്ക്. എന്ത് പടി വൈകിക്ക് കൊടുക്കാടിയത്? അച്ഛനെ തരൂ? ചക്കര മൊത്തം കേട്ടോ. അത് പൊതിഞ്ഞ് റെഡിയാക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ കഴിക്കാൻ എടുത്ത് കാണിച്ചു കൊടുക്കാം അവർക്ക് കേട്ടോ. കുഞ്ഞു മക്കളെ നമ്മുടെ പൊതിച്ചോറ് അഴിക്കുക കേട്ടോ. പൊളി ഐറ്റമാണ്, ഒരു രക്ഷയില്ല എന്നാണ് എൻ്റെ തോന്നൽ. അടിപൊളി കേട്ടോ. ചമ്മന്തി, ഓംപ്ലേറ്റ്, ഉണക്കമീൻ വറുത്തത്. ഇങ്ങോട്ട് കൊണ്ട് അടിച്ചാൽ കാണിച്ചു കൊടുക്കും. ബീട്രൂട്ട് തോരൻ. ഇതിപ്പോൾ അധികം സാധാരണ നമ്മളൊക്കെ പണ്ട് ചമ്മന്തി മാത്രമേ കാണുള്ളൂ. ചിലപ്പോൾ ഒരു മീൻ വറുത്തതോ അല്ലെങ്കിൽ മുട്ട എന്തെങ്കിലും നമ്മളിങ്ങനെ എടുത്ത് അങ്ങോട്ട് പെരട്ടണം. അങ്ങനത്തെ ചില മുട്ട ഇടും. ഒരു തിന്ന് കേട്ടോ. എന്നിട്ട് ഒരു രുചി എങ്ങനെ ഉണ്ടായിരുന്നു ചോറ്? പൊളിയായിരുന്നു, അടിപൊളിയാണ്. വിശ്വാസമില്ല. അതും കൂടെ വെച്ച് ഇത് മുട്ടയും കൂടെ വെച്ച് ഇതും വെച്ച് ഞാൻ അങ്ങോട്ട് എടുത്ത് എനിക്കുള്ള വായി കൂടെ വെള്ളം തന്നെയാണ്. ആ മണം ഉണ്ടല്ലോ, ആ ഇലയുടെ മണം പൊളിയാണ്. വാഴയില പൊതിച്ചോറ് അഡ്രസ് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അവധി ദിവസങ്ങളിലൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ. വെറൈറ്റി ആയിട്ടൊന്നും വേണ്ട. ബീഫ് വേണ്ട, ചിക്കൻ വേണ്ട, മട്ടൻ വേണ്ട, മീൻ വേണ്ട. പൊളി തട്ടേടി.